ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ കണ്ണാവാ. എന്നിട്ടാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ വക വിഷു ആശംസകൾ. ഹാപ്പി വിഷു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലട പായസം വിത്ത് ഡയറി മിൽക്ക് സിൽക്ക്, അതായത് ഒരു സിൽക്ക് പായസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറി മിൽക്ക് സിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി ഇളക്കി മറിച്ചുണ്ടാക്കണ പാലട പായസം. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ? വായോ. പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടയിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി. ഇതിനി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലോ അങ്ങനെ ഇട്ടിട്ട് വേവിക്കൊന്നും വേണ്ട. അട ഇങ്ങനെ വെറുതെ നമ്മൾ മൂടി വെച്ചാൽ മതി. ഈ പാത്രത്തിലാക്കി മൂടി വയ്ക്കാം. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടത്തവർണനെ കർവർണനെ ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ ഉണ്ണിക്കണ്ണാവാ. സെറ്റ്. ഇനി നമുക്ക് പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഒരു മണിക്കൂർ നേരം ഗ്യാസ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഇടാം. ഓരോരുത്തരുടെ മധുരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ച് കൊടുക്കണം. ഈ പാലിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള വരണ വരയ്ക്കും നമുക്കൊന്ന് നല്ല തീയിലിടാം. ഇത് തള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. 1 മണിക്കൂർ നേരം ഇരുന്ന് ആ മൂടി വയ്ക്കണ ആ വെവണ പ്രോസസ്സിലാണ് നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റം വരുന്നത്. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട ഇതിലിട്ടിട്ടൊന്ന് യോജിപ്പിക്കാം. പാലിപ്പോൾ നിങ്ങൾക്ക് കാണാനില്ലേ നല്ല കളർ മാറി നല്ല കാരമലൈസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അട ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിൽ കിടന്ന് ഒന്ന് കുറുതായ മാത്രം അടയുടെ കളറും കൂടി ഒന്ന് മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും കൂടി നമ്മളെ സ്പെഷ്യൽ സിൽക്ക് ഇട്ടിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുലെ ആ സിൽക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ കയ്യിൽ ഇഷ്ടം. നമ്മുടെ ഡയറി മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഇത് വേറൊരു ടെക്സ്ചറായിട്ടുള്ള പായസമായി. പാലട എന്നുള്ളത് മാറിയിട്ട് എന്താ പറയുക ഡയറി മിൽക്ക് സിൽക്ക്. ശരിക്കും ഇപ്പം അതൊരു സിൽക്ക് പായസമായി അല്ലേ? സിൽക്കി പായസം. ഇതാണ് ശരിക്കുള്ള പായസം. എന്നിട്ടാണ് അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിൽക്ക് പായസം തന്നെയായിണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തോട്ടാ. നിനക്ക് വിളമ്പി തരുന്ന പരിപാടിയൊക്കെ നിർത്തി. അന്ന് നീ ഒരു കൊച്ചുകുട്ടി എടുത്തു. ഇപ്പൊ നീ ഒരു വലിയ ചെക്കനായി മാറി. കടവുളെ പോലെ കുടുക്കി മോനെ കുടുക്കി. ഒരു തുണ്ട് പോലും കളയാണ്ട് ഒഴിക്കണേട്ടാ. ആ സെറ്റായിട്ട് ശരിയായിട്ട് എന്താണ് ഞാൻ സാധാരണത്തെ പോലെ പ്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടുപോയില്ല. നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിട്ട് കുടിക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിടു അടിപൊളിയുണ്ട്.
മസ്റ്റ് ട്രൈ, അടിപൊളി. അപ്പോൾ വിഷു സ്പെഷ്യൽ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.